Hi friends, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഡിജിറ്റൽ പൾസ് ഓക്സിമീറ്റർ ആണ്. നമ്മുടെ ഈ കൊറോണ കാലത്ത് നമ്മുടെ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മീറ്ററാണ്. അവരുടെ ഓക്സിജൻ ലെവൽ അതേപോലെ BP ലെവലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉപകരണമാണിത്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 2999 രൂപയാണ് MRP വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 1200 രൂപക്കാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കിന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ ആദ്യമായിട്ട് വരുന്നത് ഒരു ഡിജിറ്റൽ പൾസ് ഓക്സിമീറ്ററാണ്. ഇത് TFT ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ മീറ്ററാണ് നമുക്കിതിനോടൊപ്പം ലഭിക്കുക. അതോടൊപ്പം ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടാഗും പിന്നെ 1 ഇയറിൻ്റെ ഒരു വാറണ്ടി കാർഡ് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റിയ ഒരു യൂസർ മാനുവലും ഇതോടൊപ്പം ലഭിക്കുന്നു. ഈ മീറ്ററിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത് 99% ആക്യുറസിയാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കിനി ഇതൊന്ന് നോക്കാം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് നമുക്ക് ഒരു 2 AAA ടൈപ്പ് ബാറ്ററി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബാറ്ററി ഞാൻ അഡീഷണൽ വാങ്ങിയിട്ടാണ്. ബാറ്ററി ഇതിൻ്റെ കൂട്ടത്തിൽ ലഭ്യമല്ല. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സിംഗിൾ സ്വിച്ചാണുള്ളത്. ഓൺ ചെയ്യുമ്പോൾ തന്നെ പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഒരു വിരൽ പൂർണ്ണമായിട്ടും തന്നെ കയറ്റി വയ്ക്കുക. ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്പ്ലേ കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ 99 എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എൻ്റെ ഓക്സിജൻ ലെവലാണ്. അതേപോലെ തന്നെ BP ലെവൽ 108 കാണിക്കുന്നുണ്ട്. അടിയിൽ പൾസ് റേറ്റിൻ്റെ സിമ്പിളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിപ്പോൾ BP ലെവൽ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് ഓടിയിട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഏകദേശം BP ലെവൽ 108 ഉണ്ട്. 98 ആണ് നമ്മുടെ ഓക്സിജൻ ലെവൽ കാണിക്കുന്നത്. ഈ ഓക്സിജൻ ലെവൽ നമുക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ 94 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ഓക്സിജൻ ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 99 കാണിക്കുന്നുണ്ട്. ഏകദേശം ആക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് ലെവൽ കാണിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് തന്നെ നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ആക്യുറസി മീറ്ററിൽ നിന്ന് ലഭ്യമാണ്. ഇപ്പോൾ 96 107 104 BP ലെവൽ നോർമലായി വരുന്നത് കാണുന്നുണ്ട്. 98 ആണ് ഓക്സിജൻ ലെവൽ കാണിക്കുന്നത്. 104 ഇപ്പോൾ BP ലെവലും. അടിയിൽ കാണിക്കുന്നത് നമ്മുടെ പൾസ് ലെവലിൻ്റെ ഇൻഡിക്കേഷനാണ്. ബ്ലൂ കളറിൽ ബ്ലിങ്ക് ചെയ്തിട്ടിരിക്കുന്നത് നമ്മുടെ പൾസിൻ്റെ റേറ്റാണ്. ബ്ലൂ കളറിൽ ബ്ലിങ്ക് ചെയ്ത് വരുന്നത്. 97 99 94 BP ലെവൽ ഞാൻ ഓടിയിട്ട് വന്ന കാരണം കൂടിയെന്നാണ്. അത് നോർമലായി കുറഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഡിസ്പ്ലേ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമനുസരിച്ച് ഓരോ സൈഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ ഏകദേശം 98%-നടുത്ത് ഓക്സിജൻ ലെവൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ BP ലെവൽ 98 പൾസ് ലെവൽ 98ലേക്കും കാണിക്കുന്നുണ്ട്. നോർമലായി വരുന്നത് ഞാനിപ്പോൾ ഓടിയിട്ട് വന്നത് കാരണം അങ്ങനെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ആ ലൈറ്റ് കാണുന്നതാണ് നമ്മുടെ സെൻസർ കാര്യങ്ങൾ വരുന്നത്. അതിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ വിരൽ കടത്തി വെച്ചിട്ട് വേണം റീഡിങ് എടുക്കാൻ. കടത്തി വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ റീഡിങ്ങുകൾ കാണിക്കാൻ തുടങ്ങും. 98 97 94 ഇനിയിപ്പോൾ 94 എന്നുള്ളത് ബ്ലിങ്ക് ചെയ്ത് നമുക്ക് വരാൻ തുടങ്ങും. ഓക്സിജൻ ലെവൽ 94 താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ബ്ലിങ്ക് ചെയ്തിട്ടുള്ളൊരു റീഡിങ്ങാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ വൈദ്യസഹായം തേടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് 94 ലെവൽ ഓക്സിജൻ ലെവൽ താഴത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്തായാലും നമുക്ക് ഈ ഉപകരണം നമുക്ക് തന്നിട്ടുള്ളത് യൂണിക് സിസ്റ്റം എന്ന് പറയുന്നൊരു സ്ഥാപനമാണ്. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ. Take care.